അപ്പം ഉണ്ടാക്കാൻ വേണ്ടി 4 ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ അതൊരു 3 പ്രാവശ്യമായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് അരയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ചെറിയ പാത്രം കപ്പ് കൊണ്ടാണ് കേട്ടോ. 1 കപ്പ് ചോറ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, നാളികേരം 1 നാളികേരമാണ് ഇതിന് ടോട്ടൽ എടുക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യമായിട്ട് നമുക്ക് എടുക്കാം. ഇത് നാളികേരം വെള്ളം പഞ്ചസാര ഇട്ട് ഒരു രാത്രി മുഴുവൻ ഞാൻ വെച്ചതാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമുക്ക് അരച്ചിട്ട് വരാം. അപ്പോൾ അരച്ച് വന്നപ്പോൾ നല്ല നൈസായിട്ട് ഞാൻ അരച്ച് കൊണ്ടുവന്നുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. ആദ്യം അരി ഇട്ട് കൊടുക്കാം. പിന്നെ ചോറ്, ആ പാത്രം കണ്ട ചെറിയ പാത്രമാണ്, അതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് ഇതിലേക്ക് എടുക്കുന്നത്. 2 കപ്പാണ് ഈ 4 ഗ്ലാസ് അരിക്ക് എടുക്കുന്ന ചോറ്. ഇനി അതിൽ നിന്ന് കുറച്ച് ഒരു സ്റ്റെപ്പ് കൂടി നാളികേരം എടുക്കാം. ടോട്ടൽ 1 നാളികേരമാണ് എടുത്തത്. അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് ഞാൻ അരയ്ക്കാൻ എടുക്കുകയാണ്. ഇനി 1 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര എടുക്കുന്നുണ്ട്. അപ്പോൾ ആകെ ടോട്ടൽ നാളികേരം വെള്ളത്തിലേക്ക് എടുത്ത 1 ടേബിൾ സ്പൂണും ഈ 2 ടേബിൾ സ്പൂണാണ്. അങ്ങനെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിന് ഉപയോഗിച്ചത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ കുതിർത്താൻ വെച്ച വെള്ളം തന്നെയാണ് എടുത്തത്. രണ്ടാമത്തെ സ്റ്റെപ്പ് അടിച്ചു കൊണ്ടുവന്ന് അതിലൊഴിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തത് അതുപോലെ തന്നെ അടിച്ച് ചോറ് എടുക്കണില്ല. ഞാൻ 2 കപ്പാണ് ചോറ് അതിന് എടുത്തത്. മൂന്നാമത്തെ സ്റ്റെപ്പ് അടിച്ചു കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നാളികേരം വെള്ളം പഞ്ചസാര ഇട്ട് ഒരു രാത്രി മുഴുവൻ വെച്ച മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വേറെ ഈസ്റ്റൊന്നും ഞാനിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ് ഫെർമെൻറ്റേഷൻ നല്ലത്. ഞാനതങ്ങനെ ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നാളെ രാവിലെ ഇത് മൂടി വെച്ച് വീർത്ത് വരും. ഇപ്പോൾ എന്തായാലും ഞാനിത് ഉണ്ടാക്കാറുള്ളതാണ്. ഞാൻ ഈസ്റ്റ് അങ്ങനെ ഉപയോഗിക്കില്ല. ഇത് നന്നായി പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള അപ്പം ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഞാൻ അപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോ തവി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പതഞ്ഞ് നിൽക്കണം കേട്ടോ. രസമായിട്ട് വന്നിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ചൂടായി വന്നിട്ട് നമുക്ക് ഓരോ തവി ഒഴിച്ച് കൊടുക്കാം. നല്ല ഒഴിച്ചപ്പോഴേക്കും ഇങ്ങനെ ഉണ്ടാവും ഹോളുകൾ വന്നിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടും. നമ്മൾ ഈസ്റ്റൊന്നും ചേർക്കണമെന്നില്ല, സോഡാപ്പൊടിയോ ഒന്നും ചേർക്കണമെന്നില്ല. ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടും. പണ്ടൊക്കെ നമ്മൾ കള്ളാണല്ലോ ഉപയോഗിക്കുക. ആ കള്ളിൻ്റെ ഒരു ഇഫക്റ്റാണ് കിട്ടിയതിന്. അപ്പോൾ അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. മറ്റേ ഈസ്റ്റ് ഇട്ടുണ്ടാക്കുമ്പോൾ ഒരു ബ്രെഡിൻ്റെ ഒരു ഇത് വരും. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കണത് കുറേ കാലമായിട്ട്. ആദ്യം എനിക്കറിയണ്ടായില്ല. പിന്നെയാണ് ഞാൻ ഇത് പഠിച്ചത്. ഇപ്പം ഞാനിത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഒട്ടും ഈസ്റ്റ് ചേർക്കാതെ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെയുള്ള സ്ഥലത്ത് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാണ്ട് നമുക്ക് നല്ല അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ എന്തായാലും ദോഷം ചെയ്യില്ല എന്ന് പറഞ്ഞാലും ഈ കെമിക്കൽസ് അല്ലേ, അതൊക്കെ നമുക്ക് പരമാവധി ഉപയോഗിക്കേണ്ടി വന്നാൽ നമ്മൾ ഉപയോഗിക്കണം. ഇപ്പോൾ ഉപയോഗിക്കേണ്ട എന്നുള്ളിടത്ത് നമുക്ക് അതൊക്കെ ഇവിടെ അപ്പൊക്കെയുള്ളതല്ലേ. അപ്പോൾ ഞാനതാണേ ഇത്തിരി മുരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി 1 മിനിറ്റ് കൂടി ഇട്ടാൽ മതി. ഞാനൊരു സ്വല്പം വലിയ അപ്പം ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു
ഒരു തവിയും പിന്നെ ഒരു കാൽഭാഗം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് തിരുവണ്ടി കട്ടിയിലുണ്ടാക്കി 2-3 അപ്പോൾ അതിൻ്റെ അപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ ഈസ്റ്റൊന്നും ചേർക്കണമെന്നില്ല, നല്ല അപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇന്ന് കേര മീൻകറിയും അപ്പമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.